ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പില്ലറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇന്ന് ഇതിൻ്റെ മേളിൽ ബീം വാർക്ക് ചെയ്യണം. അപ്പോൾ ബീമിന് നമുക്ക് ഹൈറ്റ് ഉള്ളിടത്തൊക്കെ നമ്മളിതുപോലെ കരിങ്കല്ല് വെച്ച് ഒരു ബേസ്മെൻറ്റ് പോലെ കെട്ടുന്നുണ്ട്. കാരണം എന്തിനാണ് കെട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മണലിട്ട് അതിൻ്റെ മേളിൽ ബീം വയ്ക്കാതെ ഇതുപോലെ നമ്മൾ ഹൈറ്റ് ഉള്ളിടത്ത് ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ കരിങ്കല്ലോ കോൺക്രീറ്റോ എന്തെങ്കിലും ഇട്ട് ഒരു അടിസ്ഥാനം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈറ്റ് വരുന്നിടത്ത് ഇതുപോലെ കരിങ്കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബീം വാർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് നൂലൊക്കെ കെട്ടി നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീം വാർക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയണത്, ഇപ്പോൾ നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ടടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ബീമിൻ്റെ ഷട്ടറിങ്ങിൻ്റെ പലക അടിക്കുന്നതെല്ലാം ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറയണത്, ഇപ്പം ഷട്ടറിങ് പണിക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. കാരണം ഇതിപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്റർ വീതിക്ക് നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി അവർക്ക് വർക്ക് എളുപ്പമായിരിക്കും. കാരണം അവർക്ക് വന്നിട്ട് ആ ലൈന്, അതായത് നമ്മൾ മാർക്ക് ചെയ്ത് കണക്കാക്കി അടിച്ചാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ബീം എല്ലാം സെറ്റ് ചെയ്ത് ഷട്ടറിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇന്ന് കോൺക്രീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബീം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ വാട്ടർ ലെവലിന് കംപ്ലീറ്റ് മട്ടം എടുക്കണം. കാരണം ആ ലെവലിന് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ ഒരുപാട് വാട്ടർ ലെവലിൽ വ്യത്യാസം കാണിക്കും, നല്ല മട്ടം വ്യത്യാസം കാണിക്കും. അത് നമ്മൾ ഒരുപാട് ഈ കട്ടളയൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം അതായത് സെൻറ്ററിൽ നിന്ന് ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിന് നമ്മൾ വാട്ടർ ലെവലിൽ കംപ്ലീറ്റ് മട്ടം കുറിക്കുന്നുണ്ട്. അപ്പോൾ മട്ടം കുറിക്കാൻ നേരത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴത്തെ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ 45 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വെക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാക്സിമം ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ താത്ത് വേണം ബാത്റൂം വാർക്കാൻ. കാരണം അങ്ങനെല്ലാന്നുണ്ടെങ്കിൽ ഈ അകത്ത് പത്തിരിപ്പ് വരും. അപ്പോൾ ആ പത്തിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു 10 സെൻറ്റിമീറ്റർ താത്ത് വാർക്കണം. വാർത്ത് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും, ഉപയോഗവുമായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ചില ആൾക്കാർ ഈ ബീം വാർക്കുമ്പോൾ ഈ പൈപ്പ്, അതായത് ക്ലോസറ്റിൻ്റെയൊക്കെ ലൈന് കൊടുക്കാൻ വേണ്ടി അതിന് ഹോളിടും. ബീമിൽ ഹോളിട് ഞാൻ ഒരുപാട് സൈറ്റിൽ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ശരിക്കും പറയാൻ നമ്മൾ ഒരിക്കലും ബീമിൽ ഹോളിടാൻ പാടില്ല. പൈപ്പ് ഒന്നും കൊടുക്കരുത്. നമ്മൾ ബീമിലൊന്നും ചെയ്യാൻ പാടില്ല, ഹോളോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. ക്ലോസറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ബീമിൻ്റെ അടിയിൽ തറയായിരിക്കും, അവിടെ വേറെ ബേസ്മെൻറ്റ് കെട്ടോ ഒന്നും കാണത്തില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ലൈൻ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈ തറയിൽ കൂടി കൊടുക്കുന്ന ലൈനാണെങ്കിൽ, മറ്റേത് ഭിത്തി കൂടിയാണെങ്കിൽ നമുക്ക് ഹോളോ ബ്രിക്സ് ഭിത്തി തുറന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കുഴിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ബീമിൽ ഒരിക്കലും ഹോളിട്ട് പൈപ്പ് ലൈൻ എടുക്കരുത്. ഞാൻ 1-2 സൈറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ കംപ്ലീറ്റും വാട്ടറിൽ മട്ടം പിടിച്ചപ്പോൾ നമ്മളിവിടെ 45 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് നമ്മൾ കണക്കൂട്ടി വെച്ചിരുന്നത്. പക്ഷേ നമ്മളിവിടെ കുറച്ച് ഹൈറ്റ് കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ബേസ്മെൻറ്റ് എത്രത്തോളം ഹൈറ്റ് പൊങ്ങി നിൽക്കുമോ അത്രത്തോളം നമ്മളെ വീടിന് സേഫ്റ്റി ആയിരിക്കും. കാരണം ഈ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിനകത്ത് മൊത്തം വെള്ളമായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ നല്ല ഹൈറ്റിന് പൊക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 50 സെൻറ്റിമീറ്റർ ഹൈറ്റിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും സംശയം വരും, നമ്മൾ ഈ ഫ്രണ്ട് സ്റ്റെപ്പ് നമ്മൾ കെട്ടാൻ നേരത്ത് ഹൈറ്റിന് വ്യത്യാസം വരില്ലേ എന്ന് പല ആൾക്കാർക്ക് സംശയം വരും. അങ്ങനെ ഒരു ഹൈറ്റും വ്യത്യാസം വരില്ല. നമ്മൾ മണൽ ഫ്രണ്ടിലിടുന്നുണ്ട്. അപ്പോൾ അത് കണക്കാക്കി മണ്ണിട്ട് സെറ്റ് ചെയ്തോളും. പിന്നെ ബീം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടുള്ള ആവശ്യം വൈബ്രേറ്റ്. നമ്മളെപ്പോഴും ബീം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ഉപയോഗിച്ചിരിക്കണം. കാരണം നമ്മൾ കമ്പിയിട്ട് കുത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിന് നമുക്ക് ഈ എല്ലായിടത്തും കോൺക്രീറ്റ് ഫില്ലാവില്ല. പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പല സ്ഥലങ്ങളിൽ കമ്പി തെളിഞ്ഞ് നിൽക്കും, ഈ ചെറിയ ഹോളുകളായിരിക്കും. അപ്പം വൈബ്രേറ്റ് അടിക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം പരുവത്തിൽ വേണം കോൺക്രീറ്റ് പഠിക്കാൻ. ഒരുപാട് ലൂസാക്കരുത്. ഒരുപാട് ലൂസാക്കി അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷട്ടറിങ്ങിൻ്റെ അടിയിൽ ചില ഗ്യാപ്പുകളൊക്കെ കാണും. അപ്പോൾ ഈ ഗ്യാപ്പ് വഴിയൊക്കെ ഈ ഗ്രൗട്ട് കംപ്ലീറ്റും പുറത്തോട്ട് പോകും. അതൊരു ഉപയോഗമില്ലാതായി പോകും. കാരണം കംപ്ലീറ്റ് സിമെൻറ്റും ഗ്രൗട്ടായിട്ട് വെളിയിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടൈപ്പ് കോൺക്രീറ്റ് ഇട്ടിട്ട് ഒരു 2 ലെയർ, അതായത് ഒറ്റ ലെയറിൽ ഒരിക്കലും കോൺക്രീറ്റ് ബീം അടിക്കരുത്.
എപ്പോഴും ഒരു പകുതി ഒരു ലെയർ ഇട്ട് അത് വൈബ്രേറ്റ് അടിച്ച് ബാക്കിയുള്ള സൈഡിൽ ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ വേണം നമ്മൾ ഇട്ട് വൈബ്രേറ്റ് അടിച്ച് ലെവൽ ചെയ്ത് പോവേണ്ടത്. കാരണം ഒറ്റ ലെവലിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തള്ളിപ്പോവും. കാരണം നമ്മളിതിപ്പം ഇവിടുത്തെ മണലെന്ന് പറയുന്നത് ഇളക്കം, അതായത് നൈസ് മണ്ണാണ്, അപ്പം ഉറപ്പില്ലാത്ത മണ്ണാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ കമ്പിയൊക്കെ അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 ലെയറായിട്ടാണ് ഇടുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് ഇടുമ്പോൾ പക്ക ലെവലായിരിക്കും, വേറെ വ്യത്യാസമൊന്നും വരത്തില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, 2 സൈഡിലും ഓരോ ഇഞ്ച് കവറിങ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും ബീം ചെയ്യുന്നിടത്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കവറിങ് ഉണ്ടോ എന്ന് നോക്കണം. പലകയിൽ കമ്പി വല്ലതും മുട്ടി നിൽക്കുന്നെങ്കിൽ അത് കറക്റ്റ് കവറിങ്, ഒരു മെറ്റൽ കഷ്ണം വല്ലതും വെച്ച് കറക്റ്റ് കവറിങ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊളിക്കുമ്പം ഈ കമ്പി മുഴുവനും പുറത്തോട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മസ്റ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മളാർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പോപ്പുലറായിട്ട് ഇത് കാര്യം അറിയാവുന്നതാണ്. എന്നാലും ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലയൻറ്റിന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ നമ്മളെ വീടിൻ്റെ കോൺക്രീറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ഒരു ധാരണ നമുക്കും വേണം, ക്ലയൻറ്റിനും വേണം, ഈ വർക്ക് ചെയ്യുന്നവർക്കും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്തി ഞാൻ പറയുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ഷീറ്റാണ് അടിച്ചിരിക്കുന്നത്, ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് അടിച്ചിരിക്കുന്ന ഷട്ടറിങ്ങിൽ പലകയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഷീറ്റാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എളുപ്പത്തിൽ തീരും. മറ്റേ പലകയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഷീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പലക കട്ട് ചെയ്ത് വെക്കാനോ ജോയിൻ്റ് അടിക്കാനോ ഒന്നും വേണ്ട. ഒറ്റ ഷീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിരിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടിച്ച് കറക്റ്റ് വാട്ടർ ലെവലിന് മട്ടം, അത് മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഇത് കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ കേസ്, ഇതിൽ നമ്മൾ ഇടുന്നത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ 4ഉം 5ഉമാണ് ഇടുന്നത്. അതായത് 4 കുട്ട മണ്ണ്, 5 കുട്ട മെറ്റൽ. പിന്നെ ചെറിയ മെറ്റൽ, അതായത് സൈസ് കുറഞ്ഞ മെറ്റലാണെങ്കിൽ നമ്മൾ 1 കുട്ട മെറ്റൽ കൂട്ടിയിടും. കാരണം അല്ലെങ്കിൽ സിമൻറ്റ് ചാന്ത്, അതായത് മണൽ കൂടിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കൂട്ട് 4 കുട്ട മണ്ണ് കുട്ട ലെവൽ എടുത്തിട്ട് മെറ്റിൽ 5 കുട്ട ഫുൾ കുട്ട മെറ്റിലും എടുത്ത് ഒരു പാക്കറ്റ് സിമൻറ്റും എടുത്തപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺക്രീറ്റ്, കാരണം നമ്മളെ വീടിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മളെ വീടിൻ്റെ കാല്. അപ്പോൾ അത് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇത് നമുക്ക് ഭാവിയിൽ ഇവർക്ക് 3ാമത്തെ നില കയറ്റണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് കണക്കാക്കി നമ്മൾ അത്രയും പോപ്പുലറായിട്ട് അത്രയും നല്ല രീതിയിലാണ് നമ്മളിവിടെ അടിസ്ഥാനം ചെയ്യുന്നത്. കാരണം അടിസ്ഥാനം സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട് ഒരു ഉപയോഗമില്ല. പിന്നെ നാളൊരു സമയത്ത് നമുക്കൊരു പരാതിയും വരരുത്, അത് അവർ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് അവിടെ നമ്മൾ ലാഭം നഷ്ടം അതല്ല നോക്കുന്നത്. കാരണം ക്ലയൻറ്റിന് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം. ആ ഒരു കണക്കൂട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് അടുത്ത വീഡിയോയിൽ.